ടു ആഷൻ ലിറ്ററേച്ചർ. ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. KADAVU എന്നാണെങ്കിലും കണ്ടാവു എന്നാണ് ഈ വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഫിജിയിലെ ഒരു മനോഹരമായ ഐലൻഡിലേക്കുള്ള യാത്രയും അവിടുത്തെ വിചിത്രമായ ആചാരങ്ങളുമൊക്കെയാണ് ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ കോമൺ ആയ നിങ്ങൾ നടത്തിയ യാത്രാ അനുഭവങ്ങളെക്കുറിച്ചോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. On the island of Kadavu, one of the larger islands of the Fiji group, and some 50 miles by water from the capital city of Suva, is the Fijian village of Namuana. ഫിജിയിലെ വലിയ വലിയ ഐലൻഡുകളിൽ ഒന്നാണ് കണ്ടാവു എന്ന ഐലൻഡ്. അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ സുവയിൽ നിന്നും ഒരു 50 മൈൽ കടലിലൂടെ യാത്ര ചെയ്താൽ നമുവാന എന്ന ഗ്രാമത്തിൽ നമുക്കെത്താം. നമുവാന nestles at the foot of a beautiful bay adjacent to the government station in ഉനിസിയ ഹാർബർ. ഈ നമുവാന വില്ലേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉനിസിയ ഹാർബറിലെ ഗവൺമെൻറ് സ്റ്റേഷൻ അടുത്താണ് ഈ വില്ലേജ് ഉള്ളത്. ഹിയർ ദി ഐലൻഡ് ഓഫ് കണ്ടാവു narrows down to an isthmus, and by climbing the hill behind Namuana village, one can stand on the saddle and look out to the sea to the south and to the north. ഇസ്തമസ് എന്നാൽ കരയിടുക്കാണ്. കണ്ടാവു കരയിടുക്ക് പോലെ ഇടുങ്ങിയ ഒരു വില്ലേജാണ്. ഈ വില്ലേജിൽ ഒരു ഹില്ലുണ്ട്, അഥവാ കുന്ന്. അതിൽ കയറി നോക്കിയാൽ കടലിൻ്റെ നോർത്ത് ആൻഡ് സൗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ലെജൻഡ് സേസ് ദാറ്റ് ഇൻ ദ ഡേയ്സ് ഗോൺ ബൈ the warriors of Kadavu slide their canoes on rollers up over the narrow neck of land to save the long journey around the east and the west of Kadavu Island. ഇതിഹാസങ്ങൾ പറയുന്നത് പണ്ടത്തെ വാരിയേഴ്സ് യോദ്ധാക്കൾ ഈ ഇടുങ്ങിയ വഴിയിലൂടെ തങ്ങളുടെ കാനോസ് അഥവാ യുദ്ധക്കപ്പൽ, പായ്ക്കപ്പൽ അതൊക്കെ കൊണ്ടുപോയിരുന്നു എന്നാണ്. വലിച്ചുകൊണ്ട് ഇതിലൂടെയാണ്, ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് കൊണ്ടുപോയിരുന്നത്. കാരണം ഈസ്റ്റിലൂടെയും വെസ്റ്റിലൂടെയും യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുത്തിരുന്നു. അതുകൊണ്ട് ഈ ലോങ് ടൈം സേവ് ചെയ്യാൻ വേണ്ടി അവർ ഈ നാരോ ഇടുങ്ങിയ ലാൻഡാണ് തിരഞ്ഞെടുത്തിരുന്നത്. ഇനിയാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയ പാർട്ടിലേക്ക് കടക്കുന്നത്. ദ വുമൺ ഓഫ് നമുവാന വില്ലേജ് സ്റ്റിൽ പ്രിസർവ് എ വെരി സ്ട്രേഞ്ച് റിച്വൽ. നമുവാന വില്ലേജിലെ സ്ത്രീകൾക്ക് ഒരു വിചിത്രമായ ആചാരമുണ്ടായിരുന്നു. ഇന്നും നിലനിൽക്കുന്ന ഒരു ആചാരം. എന്താണ് ആചാരം? ദാറ്റ് ഓഫ് കോളിംഗ് ടേർട്ടിൽസ് ഫ്രം ദ സീ. കടലിലെ ആമകളെ വിളിക്കുക എന്നതായിരുന്നു അത്. ഇഫ് യു വിസിറ്റ് നമുവാന വില്ലേജ് ടു സീ ദ ടേർട്ടിൽ കോളിംഗ്, യുവർ സ്കൂണർ ആങ്കേഴ്സ് ഇൻ എ ബ്യൂട്ടിഫുൾ ബേ റൈറ്റ് അണ്ടർ ദ ക്ലിഫ്സ് ഓഫ് എ റോക്കി ഹെഡ്ലാൻഡ്. നമുവാന വില്ലേജിലെ ഈ വിചിത്രമായ ആചാരം കാണാൻ പോകുമ്പോൾ സ്കൂണർ എന്നാൽ പായ്ക്കപ്പൽ. ഈ പായ്ക്കപ്പലിൽ യാത്ര ചെയ്ത് ഒരു കല്ലുകൾ, പാറകളൊക്കെ നിറഞ്ഞ ഒരു ലാൻഡിലാണ് നമ്മൾ ഇറങ്ങുക. You land on the beach and then either sit on the rocks under the bluffs on the beach or climb a rocky tract to a point some 150 or 200 feet up the rock face. നിങ്ങൾ ബീച്ചിലെത്തുമ്പോൾ അവിടെ തന്നെയുള്ള ചെറിയ കല്ലുകളുണ്ട്, അവിടെ വേണമെങ്കിൽ ഇരിക്കാം. അല്ലെങ്കിൽ ഒരു 150-200 അടി മുകളിലേക്ക് കയറി പോകുമ്പോൾ ഒരു പോയിന്റ് ഉണ്ട്. കല്ലുകൾ നിറഞ്ഞ ഒരു വഴിയാണ്, അതിലൂടെ ഒരു 150-200 അടി മുകളിലേക്ക് കയറാം. ഹിയർ യു ഹാവ് എ സ്പ്ലെൻഡിഡ് വ്യൂ ആൻഡ് വിൽ ഫൈൻഡ് അസംബിൾഡ് ഓൾ ദ മെയ്ഡൻസ് ഓഫ് ദ വില്ലേജ് ഓഫ് നമുവാന സിംഗിങ് എ സ്ട്രേഞ്ച് ചാൻറ്റ്. ഈ 150-200 അടി മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു മനോഹരമായ വ്യൂ നമുക്ക് കിട്ടും. നമുക്കവിടെ കാണാൻ കഴിയുക ഈ നമുവാന വില്ലേജിലെ സ്ത്രീകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകും. അവർ വിചിത്രമായൊരു മന്ത്രം ഇങ്ങനെ ചൊല്ലുന്നുണ്ടാകും. ചാൻറ്റ് എന്നാൽ മന്ത്രിക്കുക എന്നാണ് അർത്ഥം. As they chant, if you look very carefully down into the water of the bay, you will see giant turtles rise one by one to lie on the surface listening to the music. അവർ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നാം ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ കടലിൻ്റെ മുകളിലേക്ക് വലിയ വലിയ ടേർട്ടിൽസ് ഉയർന്നുയർന്ന് വരുന്നതായി നമുക്ക് കാണാം. ഈ സ്ത്രീകളുടെ പാട്ട് കേട്ടാണ് ഈ ടേർട്ടിൽസ് മുകളിലേക്ക്, കടലിൻ്റെ സർഫസിലേക്ക് ഉയർന്നു വരുന്നത്. This is not a fairy tale. It actually does take place and the water in this area is forbidden for the fishing of turtles. ഇതൊരു ഫെയറി ടെയിൽ ഒന്നുമല്ല, ഇത് ശരിക്കും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ടേർട്ടിൽസിനെ പിടിക്കുവാനൊന്നും കഴിയില്ല. ആ ഏരിയ ഫോർബിഡൻ ചെയ്തേക്കുകയാണ്. Another interesting sideline to this performance is that if any member of the nearby village of Nabukalevu is present, then the turtles will not rise to the surface of the bay and the turtle calling will have to be abundant. നമുവാന വില്ലേജിലെ സ്ത്രീകൾ
പാട്ട് പാടുമ്പോൾ ഈ ടേർട്ടിൽസ് ഉയർന്നു വരുന്നത് തന്നെ വിചിത്രമായ ഒരു കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമുവാന വില്ലേജിന് തൊട്ടടുത്ത ഒരു വില്ലേജാണ് നബുക്കലേവു. ആ വില്ലേജിലെ ആരെങ്കിലും ഇവരുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ ടേർട്ടിൽസ് മുകളിലേക്ക് ഉയർന്നു വരില്ല. അതുകൊണ്ട് തന്നെ നബുക്കലേവിലെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഈ ആമകളെ വിളിക്കുന്ന പ്രവൃത്തി അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം ടേർട്ടിൽസ് ഒന്നും മുകളിലേക്ക് ഉയർന്നു വരില്ല. As is usually the case with such strange ceremonies and customs in Fiji, the turtle calling is based on an ancient legend still passed on from father to son among the Fijian people of Kadavu. ഈ വിചിത്ര ആചാരത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. അവിടുത്തെ ഫിജിയിലെ മാതാപിതാക്കളിൽ നിന്നും അല്ലെങ്കിൽ പിതാക്കന്മാരിൽ നിന്നും മക്കളിലേക്ക് എന്നതുപോലെ തലമുറകളായി കൈമാറി വന്ന ഒരു കഥയുണ്ട് ഈ വിചിത്രമായ ആചാരത്തിന് പിന്നിൽ. Many years ago, in the beautiful village of Namuana on the island of Kadavu, lived a very lovely princess called Tiniakoboka, who was the wife of the chief of Namuana village. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നമുവാന എന്ന ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ് ഉണ്ടായിരുന്നു. എവിടെയാണത്? കണ്ടാവു എന്ന ഐലൻഡിൽ. അവിടെ വളരെ സുന്ദരിയായ ഒരു പ്രിൻസസ് ജീവിച്ചിരുന്നു. അവരുടെ പേരാണ് ടിനിയാക്കോബോക്ക. ഇവൾ നമുവാന വില്ലേജിലെ ചീഫിൻ്റെ ഭാര്യയായിരുന്നു. Tiniakoboka had a charming daughter called Raudalis, and the two women often went fishing on the reefs around their home. ഇവരുടെ സുന്ദരിയായ മകളാണ് റൗഡാലിസ്. ഇവർ രണ്ടുപേരും അവരുടെ വീടിന് അടുത്തുള്ള സ്ഥലത്ത് ഫിഷിങ്ങിന് പോയിരുന്നു. എവിടെ? അടുത്തുള്ള റീഫിൽ, മണൽത്തിട്ട് എന്നൊക്കെ പറയും. കടലിനടുത്തുള്ള ആ പാറക്കെട്ട്, അതിനടുത്ത് ഇവർ രണ്ടുപേരും ഫിഷിങ്ങിന് പോയിരുന്നു. വൺസ് Tiniakoboka and Raudalis went further afield than usual. എന്നാൽ ഒരു ദിവസം ഇവർ എന്ത് ചെയ്തു? എന്നും ഫിഷിംഗ് ചെയ്യുന്ന ആ സ്ഥലത്തിൽ നിന്നും കുറച്ച് ദൂരേക്ക് നീങ്ങി പോയി. They waded out onto the submerged reefs which stretch out from the rocky headland to the east of the bay on which Namuana village is situated. Waded out എന്നാൽ ഈ നദിയിലൂടെയും കടലിലൂടെയൊക്കെ നടന്ന് മുന്നോട്ട് പോകില്ലേ, അതിനെയാണ് വേഡഡ് ഔട്ട് എന്ന് പറയുന്നത്. ഇവർ സബ്മേഴ്സ്ഡ് ആയ ആഴമുള്ള സ്ഥലത്തേക്ക് മുന്നോട്ട് പോയി. കുറച്ചുകൂടി ആഴമുള്ള സ്ഥലത്തേക്ക് അവർ നടന്നു നീങ്ങി. They became so engrossed with their fishing that they did not notice the stealthy approach of a great war canoe filled with fishermen from the nearby village of Nabukkalevu. ഇവർ രണ്ടുപേരും ഫിഷിങ്ങിൽ വളരെ മുഴുകി. അതായത് തൊട്ടടുത്ത വില്ലേജായ നബുക്കലേവിയിൽ നിന്നും വരുന്ന ഒരു യുദ്ധക്കപ്പൽ, നിറയെ ഫിഷർമാനുള്ള ആ യുദ്ധക്കപ്പൽ വരുന്നത് പോലും ഇവർ രണ്ടുപേരും അറിഞ്ഞില്ല. അത്രയേറെ ഇവർ രണ്ടുപേരും ഫിഷിങ്ങിൽ മുഴുകി നിൽക്കുകയായിരുന്നു. എന്നാൽ ആ കപ്പലിലുള്ളവർ കാപട്യം നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ വ്യക്തികളുമായിരുന്നു. This village is situated in the shadow of Mount Washington, the highest mountain on Kadavu Island. Today, Mount Washington is well known to mariners because there is a splendid lighthouse there warning them of the dangers of the rocky coastline. ഈ നബുക്കലേവു എന്ന വില്ലേജ് മൗണ്ട് വാഷിങ്ടണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ മൗണ്ട് വാഷിങ്ടൺ വളരെ ഫേമസ് ആണ് മറൈനേഴ്സിന്. കാരണം അവിടെ ഇപ്പോൾ വലിയൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. വലിയൊരു ലൈറ്റ് ഹൗസ് അതുള്ളത് കൊണ്ട് തന്നെ മറൈനേഴ്സിന് യാത്ര ചെയ്യാൻ എളുപ്പമാണ്. വലിയ പാറക്കല്ലുകളും അതൊക്കെ ക്ലിയറായി കാണാൻ കഴിയുന്നു ഈ ലൈറ്റ് ഹൗസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് ആ സ്ഥലം വളരെ ഫേമസ് ആണ്, ഈ മൗണ്ട് വാഷിങ്ടൺ. ഓക്കെ, നമുക്ക് തിരിച്ച് കഥയിലേക്ക് തന്നെ വരാം. സഡൻലി the fishermen leapt from their canoe and seized the two women, bound their hands and feet with wine, tossed them into the bottom of the canoe and set off in great haste for home. ഈ ഫിഷർമെൻ എന്ത് ചെയ്തു? ഈ യുദ്ധക്കപ്പലിൽ നിന്നിറങ്ങി ഈ രണ്ട് സ്ത്രീകളെയും പിടിച്ചുകെട്ടി, അവരുടെ കൈകാലുകളൊക്കെ ബന്ധിച്ച് അവരെ യുദ്ധക്കപ്പലിൽ പിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി, അവരുടെ ഗ്രാമത്തിലേക്ക് പോയി. Although the women pleaded for their lives, the cruel warriors from Nabukkalevu did not listen to their entreaties. ഇവർ രണ്ടുപേരും തങ്ങളുടെ ജീവന് വേണ്ടി ഈ വാരിയേഴ്സിനോട്, ഈ യോദ്ധാക്കളോട് ഒരുപാട് കരഞ്ഞുവെങ്കിലും ഈ ദുഷ്ടന്മാരായ, ക്രൂവലായ വാരിയേഴ്സ് ഇവരുടെ അപേക്ഷകളൊന്നും ചെവിക്കൊണ്ടില്ല. The gods of the sea, however, were kind, and soon a great storm arose and the canoe was tossed about by huge waves which almost swamped it. ഇവരുടെ കരച്ചിൽ ഈ യോദ്ധാക്കൾ കേട്ടില്ല എങ്കിലും കടലിൻ്റെ ദൈവങ്ങൾ കരുണയുള്ളവരായിരുന്നു. അവർ എന്ത് ചെയ്തു? ഈ സ്ത്രീകളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ കടലിൽ വലിയ തിരമാലകൾ ഉയർത്തി.
As the canoe foundered in the sea, the fishermen were astounded to notice that the two women lying in the water in the hold of canoe had suddenly changed into turtles, and to save their own lives, the men seized them and threw them into the sea. ആ ഫിഷർമെൻ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം ആ രണ്ട് സ്ത്രീകളും ഇപ്പോൾ ടേർട്ടിൽസായി മാറിയിരിക്കുകയാണ്. ആ രണ്ട് സ്ത്രീകളും ആമകളായി രൂപം മാറി. ഇത് കണ്ട് ഭയന്ന് തങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി ആ ഫിഷർമെൻ എന്ത് ചെയ്തു? ഈ രണ്ട് ആമകളെയും എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. As they slipped over the side of the canoe, the weather changed and there were no more waves. ഈ പായ്ക്കപ്പലിൽ നിന്നും ആ ആമകൾ പുറത്ത് കടലിലേക്ക് എത്തിയപ്പോഴേക്കും വെതറൊക്കെ ശാന്തമായി, തിരമാലകളൊക്കെ നിന്നു. The Nabukalevu fishermen continued their journey back to their home village, and the two women from Namuana who had been changed to turtles lived on in water of the bay. ഇതിനുശേഷം ആ ഫിഷർമെൻ എന്ത് ചെയ്തു? അവരുടെ വില്ലേജായ നബുക്കലേവിലേക്ക് തിരിച്ചുപോയി. ആ സ്ത്രീകൾ ആ കടലിൽ ആമകളായി ജീവിച്ചു. It is their descendants today who rise from the water when the maidens of their own village sing songs to them from the cliffs. അവരുടെ രണ്ടുപേരുടെയും ഡിസെൻഡൻസ് ആണ് ഇപ്പോൾ ഈ സ്ത്രീകളുടെ പാട്ട് കേൾക്കുമ്പോൾ കടലിൽ ഉയർന്നു വരുന്നത് എന്നാണ് അവിടുത്തെ വിശ്വാസം. The translator of the strange song which is chanted on such occasion is as follows. ആ സ്ത്രീകൾ പാടുന്ന അവർ ഒരു വിചിത്രമായ മന്ത്രം ജപിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ആ പാട്ടിൻ്റെ ട്രാൻസ്ലേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. The women of Namuana are all dressed in mourning. പ്രഭാതം എന്ന മോർണിംഗ് അല്ല, ദുഃഖിക്കുക എന്ന അർത്ഥമുള്ള മോർണിംഗ് ആണ്. എല്ലാവരും നമുവാനയിലെ സ്ത്രീകളെല്ലാം ദുഃഖത്തിൻ്റെ സൂചകമായ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. ഈച്ച് ക്യാരീസ് എ സീക്രട്ട് ക്ലബ്, ഈച്ച് ടാറ്റൂഡ് ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ. എല്ലാവരും ഒരു പ്രത്യേക രീതിയിലുള്ള പച്ച കുത്തിയിട്ടുണ്ട് ശരീരത്തിൽ. ഡു റൈസ് ടു ദ സർഫസ് റൗഡാലിസ് സോ വി മേ ലുക്ക് അറ്റ് യു. വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു വരൂ റൗഡാലിസ്, ഞങ്ങൾ നിന്നെ ഒന്ന് കാണട്ടെ. ഡു റൈസ് ടു ദ സർഫസ് ടിനിയാക്കോ ബോഗ സോ വി മേ ഓൾസോ ലുക്ക് അറ്റ് യു. ടിനിയാക്കോ ബോഗ, നിങ്ങളും ഈ വെള്ളത്തിൻ്റെ സർഫസിലേക്ക് ഉയർന്നു വരൂ, നിങ്ങളെയും ഞങ്ങളൊന്ന് കാണട്ടെ. ഇതാണ് അവർ പാടുന്ന ആ ഗാനം. യു മേ ഡൗട്ട് ദ ട്രൂത്ത് ഓഫ് ദ ലെജൻഡ്, ബട്ട് യു കനോട്ട് ഡൗട്ട് ദ ഫാക്ട് ദാറ്റ് ദ ചാൻഡിങ് ഓഫ് ദി സ്ട്രേഞ്ച് സോങ് ഡസ് ഇൻ ഫാക്ട് lure the giant turtles to the surface of the blue waters of the bay near Namuana village on the island of Kadavu. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കഥ വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് സത്യമാണോ എന്നൊരു ഡൗട്ട് നിങ്ങളിൽ ഉണ്ടാകും. എന്നാൽ നമുവാന വില്ലേജിലെ സ്ത്രീകളുടെ ഗാനം കേൾക്കുമ്പോൾ ഈ ടേർട്ടിൽസ് ഉയർന്നു വരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയുള്ളൂ ഈ ചാപ്റ്ററിൻ്റെ സമ്മറി. ചാപ്റ്ററിൽ ആദ്യത്തെ ആക്ടിവിറ്റിയുടെ ക്വസ്റ്റ്യൻ തന്നെ, ഹൂ ഡു യു തിങ്ക് ആർ റിയലി പനിഷ്ഡ്, ദ നബുക്കലേവു ഫിഷർമെൻ ഓർ ദ ടു വുമൻ ഫ്രം നമുവാന? ഇവിടെ ആ രണ്ട് സ്ത്രീകളും യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അവരെ ഉപദ്രവിച്ച ഫിഷർമെൻ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയും നിഷ്കളങ്കരായ സ്ത്രീകൾ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ ആമകളായി മാറുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ തെറ്റ് ചെയ്യാത്തവരാണ് ശിക്ഷിക്കപ്പെടുന്നത്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമവും നഷ്ടപ്പെടുന്ന സുരക്ഷിതത്വവുമൊക്കെ ഇവിടെ തീംസായി വരുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ചാപ്റ്ററിൽ ഡിബേറ്റിനായി നൽകിയിരിക്കുന്ന ടോപ്പിക്കും ആർ വുമൺ എംപവേർഡ് ഇൻ അവർ സൊസൈറ്റി എന്നതാണ്. നബുക്കലേവു വില്ലേജിലെ ആളുകൾ ഇവരെ ഉപദ്രവിച്ചത് കൊണ്ടാണ് ആ വില്ലേജിലെ ഏതെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആമകൾ ഉയർന്നു വരാത്തത് എന്നതുകൂടി ഈ ചാപ്റ്ററിൽ നിന്നും വ്യക്തമായിരിക്കുമല്ലോ. താങ്ക് യു.